ഈ ഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ബീഫുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം, ദാദ്രി ഉൾപ്പെടെയുള്ള മേഖലകളിലെ സംഭവ വികാസങ്ങൾ, ഒപ്പം സാഹിത്യ അക്കാദമി പോലെയുള്ള കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ എടുത്തിരിക്കുന്ന ചില നിലപാടുകൾ, ഇതൊക്കെ ഏത് രീതിയിലാണ് കേരള രാഷ്ട്രീയത്തിലും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും ചർച്ചാ വിഷയമാണ്. അതിൽ പ്രതിരോധത്തിലാകുന്നത് BJP ആണ്. JR പത്മകുമാർ, നിങ്ങൾക്കാണ് ഉത്തരം പറയേണ്ടി വരുന്നത് എപ്പോഴും. അപ്പോൾ ഇത് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ലാലെനിക്ക് അതിൻ്റെ സമയം തരണം, അല്ലാതെ കുറച്ച് പറയുമ്പോഴത്തേക്ക് വേറെ കാര്യങ്ങളിലേക്ക് പോകരുത്. ഇതിലേതാണ് ഞങ്ങൾ പ്രതിരോധത്തിലാകുന്നത്? ഏത് പ്രശ്നം? ഈ ബീഫുമായി ബന്ധപ്പെട്ട് BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്ത് പുതിയ നിയമമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഒന്ന് പറയണം ആദ്യം, അതൊന്ന് ലാല് തന്നെ പറയണം. ഞാൻ അതിനകത്തൊരു കാര്യം പറയാം. നിയമം എന്ത് കൊണ്ടുവന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം നിങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ബീഫിന്റെ പേരിൽ അടുക്കളകളിൽ കയറിയുള്ള പരിശോധന വരുന്നത്. കേരള ഹൗസിൽ സംവിധാനത്തിനെ പോലും ഇതിന് മുമ്പില്ലാത്ത അനുഭവം ഉണ്ടായത്. അത് നിയമത്തിന്റെ പ്രശ്നമല്ല, ഉള്ള നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനമാണ്. അത് ഒരു പുതിയ കാര്യം അവിടെ നടന്നിട്ടില്ല. അവിടെ നോൺ കോമ്പൻസബിൾ ഒഫൻസ് നടക്കുന്നുവെന്ന് പോലീസിന് മെസ്സേജ് കിട്ടി, അല്ലെങ്കിൽ ഇമെയിൽ പരാതി കിട്ടി, പോലീസ് അന്വേഷണം നടത്തി. ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ കുഴപ്പമില്ല, അതൊന്ന് മറുപടി എടുക്കാം. പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനെയുള്ള പരാതികൾ വരുന്നത്. ഈ പരാതി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇടപെടലുകൾ വരുന്നത് ഇപ്പോഴാണ്. ആര് പറഞ്ഞു? ഇപ്പൊ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിനകത്ത് അനാശാസ്യം നടക്കുന്നു എന്നൊരു പരാതി പോലീസിന് കിട്ടിയാൽ എന്താ ചെയ്യാ? ബീഫ് ഉണ്ടാക്കുന്നത് അനാശാസ്യ ബീഫല്ല, അവിടെ കിട്ടിയ പരാതി അതല്ലല്ലോ. അവിടെ ഗോമാംസം വിളമ്പുന്നു പരാതി കിട്ടി. അതിനെ സംബന്ധിച്ച് അവിടുത്തെ 1964 ഡൽഹി അഗ്രികൾച്ചർ കാറ്റിൽ പ്രിസർവേഷൻ ആക്ട് അനുസരിച്ച് ഗോമാംസം വിതരണം ചെയ്യുന്നതും പാകം ചെയ്യുന്നതും തെറ്റാണ്. ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ പോയി. മാത്രമല്ല, ഈ ഇഷ്യൂ ഇന്ന് ഡൽഹി സെൻസിറ്റീവ്. ഈ പരാതികൾ എന്തുകൊണ്ട് 1961 ശേഷം ഇതുവരെ ഉണ്ടാകുന്നില്ല? അത് എന്തുകൊണ്ടാണ് കരി ഓയിൽ ഒഴിക്കപ്പെട്ട് വാജ്പേയിയുടെ ഉപദേശകനായിരുന്ന ശ്രീ സുദീപ് കുൽക്കർണി മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ കരി ഓയിൽ പ്രയോഗത്തിനിടയായത് എന്തുകൊണ്ട്? ദാദ്രയിൽ 2 ദളിത് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ചുട്ടുകൊല്ലപ്പെട്ടത്? ഇതൊക്കെ ഈ മുമ്പുള്ള നിയമങ്ങൾ തന്നെ ആയിരിക്കും ഇവരെയൊക്കെ ചുട്ടുകൊല്ലണം എന്നുള്ളത് നിങ്ങൾ പറയുന്നത് പോലെ. ഈ ഇന്ത്യയിൽ ആദ്യമായി സംഭവിച്ചതാണോ ഇത്? പിന്നെ അത് നടത്തിയതാര്? ശിവസേന പ്രവർത്തകർ ഞങ്ങളുടെ പരിവാർ സംഘടനയോ? അപ്പൊ അവരെ മറുപടി പറയേണ്ടത് ശിവസേനയാണ്. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 2-3 ചോദ്യം നിങ്ങൾ ചോദിച്ച് എല്ലാത്തിനും നിങ്ങൾ ആൻസർ എനിക്ക് പറയാനുള്ള അവസരം തരണം. ഈ കലാകാരന്മാരെ നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞു. കലാകാരൻ മരിച്ചത് എവിടെയാ? ഞങ്ങൾ ഭരിക്കുമ്പോഴാണ് മഹാരാഷ്ട്രയില് ദർബോക്കർ മരിച്ചത്. അവിടെ ഞങ്ങളാ ഭരിക്കുന്നത്. കേന്ദ്രത്തിൽ അന്ന് കോൺഗ്രസ് ആയിരുന്നു, സംസ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നു. ഈ കർണാടകയിൽ ഭരിക്കുന്നത് ഞങ്ങളാ, UP-യിൽ ഭരിക്കുന്നത് ഞങ്ങളാ. ഇന്ന് തമിഴ്നാട്ടിലൊരു സംഭവം യൂപിയിലും മഹാരാഷ്ട്രയിലും ഇവിടെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമ്പോ ഇത് നോക്കിയിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ ഇതൊന്നും ഇന്ത്യയിലുള്ള അവർ പറയട്ടെ, ഞങ്ങൾക്ക് ക്രമസമാധാനം പറ്റില്ല. ഇന്ന് ഞാനൊന്ന് കേൾക്കട്ടെ, നിങ്ങളൊരു സംഭവം തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. മദ്യനിരോധനത്തിനെതിരായി ഒരു ദളിത് കവി 2 പാട്ട് എഴുതി പ്രസിദ്ധീകരിച്ചു സോഷ്യൽ മീഡിയയിൽ. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്തിട്ടിരിക്കുക. നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അത് ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകുമ്പോൾ ചർച്ചയിൽ അയാളകത്താ. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആനത്തലവട്ടം, ഇതാണ് നിങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ ഇതിനെതിരെ പ്രതിരോധിക്കുന്നത്. കേരള ഹൗസിലെ സംഭവത്തിൽ ഉമ്മൻചാണ്ടി അവിടെ പറന്നെത്തിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആദ്യം പോയവരുമൊക്കെയാണ്. അതുകൊണ്ട് ആദ്യം ഉത്തരം പറയാൻ നിങ്ങൾക്കാണ് അവസരം തരുന്നത്. ബിന്ദു കൃഷ്ണൻ രണ്ടാമത്. ഇവിടെ എൻ്റെ സ്നേഹിതൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. BJP ഇത്തവണ എല്ലായിടത്തും മത്സരിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരു വലിയ റെക്കോർഡ് ഇപ്പോൾ സ്ഥാപിക്കും. ആ സ്വപ്നം പറയാൻ യാഥാർത്ഥ്യമാകാൻ പോണില്ല. എന്തെന്ന് വെച്ചാൽ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അവസരത്തിലുള്ള പൊളിറ്റിക്കൽ ക്ലൈമറ്റ് അല്ല ഇപ്പോൾ കേരളത്തിൻ്റെ അവസാനിക്കുമ്പോൾ. അതിനുശേഷമാണ് ഇവിടെ നിങ്ങൾ പറഞ്ഞ ഈ സംഭവങ്ങളുടെ ഒരു പരമ്പര വരിക. മാടിനെ കൊന്നു, മാട്ടിറച്ചി തിന്നു എന്ന് പറഞ്ഞ് അഖിലാഖിനെ കയറി കല്ലുകൊണ്ട് ഇടിച്ച് കൊല്ലുകയല്ലേ. ഇപ്പോൾ എന്താ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തൊരു സംഭവം നടന്നാൽ ഞങ്ങളാണ് ഉത്തരവാദിയാണെന്ന് ചോദിച്ചല്ലോ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ, എന്താ ഇതിനെ അപലപിക്കാത്ത? ഞങ്ങളല്ല ചെയ്ത്, വേറെ പാർശ്വ സംഘടനകളാണ് ചെയ്തത്. ഞങ്ങളുടെ ഒരു പാർശ്വ സംഘടനയല്ല. ഞാൻ പറയട്ടെ, ഈ ഹിന്ദുത്വ വർഗീയവാദികൾ പശുവിനിറച്ചി തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് നടക്കുമോ? ഹിന്ദു പുരാണത്തിലുള്ളവരെ ഈ ദേവന്മാരും മറ്റുള്ളവരെല്ലാം ഇത് കഴിച്ച നല്ല ബ്രാഹ്മണനാകണമെങ്കിൽ പശുവിറച്ചി തിന്നുന്നവരെ നല്ല ബ്രാഹ്മണനാകുന്നല്ലേ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് തിന്നാം, ബാക്കി പാവങ്ങളെ കൂലിപ്പണി ചെയ്യുന്നവനൊന്നും ബീഫ് കഴിക്കാൻ പാടില്ല. ഇതല്ലേ കൊണ്ടുവരുന്ന നിയമം.
അത് ഈ മാട്ടിറച്ചി കഴിച്ച കൂടുതൽ ഉള്ളി ഇട്ടാൽ മതി എന്നാണ് ശ്രീ ജെ ആർ പത്മകുമാർ ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയാമോ? അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് ഒരു വെറും ഇറച്ചി മനസ്സിലാകാത്തതുകൊണ്ട് തിന്നവനെ കൊല്ലുക മാത്രമല്ല, പശുവിനെ കൊണ്ടുവന്ന വാഹനം തടഞ്ഞു നിർത്തി അവൻ ഇറങ്ങി ഓടി അവനെ കല്ലെറിഞ്ഞ് കൊന്നു. ഇറച്ചി വെട്ടുന്നവനെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പ്രഖ്യാപനം എന്താ? ഇറച്ചി വെട്ടുന്നവനെ കൊണ്ട് പറയും നിൻ്റെ ഇറച്ചി വെട്ടുന്നവൻ അറബിശാലകൾ അടച്ചു പൂട്ടണം, കേട്ടില്ലെങ്കിലോ കൈവെട്ടും എന്നാൽ ഇന്ന് പ്രഖ്യാപനം. നവംബർ 22-ാം തീയതി സംസ്ഥാനവുമായി പ്രചരണ ജാഥ തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ പറയുകയാണ് ബഫല്ലോയും പോത്തും വിശ്വമൃഗങ്ങളുടെ അത് കൂട്ടത്തിൽ പെടുത്തിരിക്കും, പശുവിൻ്റെ കൂട്ടത്തിൽ പെടുത്തിരിക്കുകയാണ്. എന്തിനാ കേരള ഹൗസിലെ ബീഫ് എന്ന് എഴുതി വെച്ചിരുന്നത് മാറ്റി ബഫല്ലോ എന്ന് എഴുതിയത്? ഉമ്മൻചാണ്ടിയാണ് അതിന് മറുപടി ഉണ്ട്. എൻ്റെ സ്നേഹ സഹോദരി ബിന്ദു കൃഷ്ണയാണ് പറയേണ്ടത്. ഇവരുടെ ഈ ഉമ്മാക്കയുടെ മുമ്പിൽ മുട്ടുമടക്കല. എന്ത് കേരള ഗവൺമെൻറ് സ്ഥാപനത്തിൽ കേരള ഗവൺമെൻറ് സ്ഥാപനത്തിൽ അവിടെ ബീഫ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബഫല്ലോ എന്ന് പറയുന്നത് എന്തിനും മാറ്റി ഈ തോന്നിവാസ അതിനകത്തുകാർ കാണിച്ചു. ശ്രീമതി ബിന്ദു കൃഷ്ണ അല്ല, ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ കാണേണ്ട ഒരു ആപത്ത് എന്താണെന്നറിയാം? കേരള ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ കയറി ഇത് ചെയ്യാൻ കഴിയുന്ന ഈ ഹിന്ദുത്വവാദികൾ, ഈ ലക്ഷക്കണക്കിന് മലയാളികൾ വിവിധ സംസ്ഥാനങ്ങളിൽ പാർക്കുകയാണ് കുടുംബസഹിതം. ഈ പോയ അടുക്കളയിലെല്ലാം കയറി നാളെ നിങ്ങൾ വെച്ച ബീഫാണ് എന്ന് പറഞ്ഞിട്ട് പശു ഇറച്ചി വെച്ചെന്ന് പറഞ്ഞ് ആ അടുക്കളക്കാരിയെ വീട്ടുകാരിയെ കുടുംബിനിയെ ആക്രമിക്കാൻ തുടങ്ങിയാൽ, കൊല്ലാൻ തുടങ്ങിയാൽ മലയാളികൾക്ക് ഒരു സ്വൈര്യതയുണ്ടോ? ഇങ്ങനെ അടുക്കളയിൽ കയറാനുള്ള അവകാശം നിങ്ങൾ തന്നെ കൊടുത്തു എന്നാണ് ശ്രീ ജെ ആർ പത്മകുമാർ പറയുന്നത്. നിങ്ങളൊക്കെ എവിടെയൊക്കെയോ തുടങ്ങി വെച്ച കാര്യങ്ങൾ അതുപോലെ എന്റെ അഭിപ്രായം ലാല് പറഞ്ഞു പറയേണ്ട ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആവേശമൊന്നുമല്ല സത്യം. അല്ല നമ്മളൊരു ആങ്കർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ രാഷ്ട്രീയ കവലപ്രസംഗമല്ല, നമ്മൾ നടത്തുന്ന ഒരു വിഷയത്തെ ആധാരമാക്കിയുള്ള ചർച്ചയാണ്. കാര്യങ്ങൾ പറയണം. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പുതിയൊരു നിയമവും കൊണ്ടുവന്നിട്ടില്ല. ഇന്ത്യയിൽ നിലവിൽ നിയമമുള്ള 29 സംസ്ഥാനങ്ങളിൽ 24 സംസ്ഥാനങ്ങളിൽ ചെറുതും വലുതുമായ ഇത് തന്നെയാണ് ശ്രീ ജെ ആർ പത്മകുമാർ ഞാൻ ബിന്ദു കൃഷ്ണയോട് ചോദിച്ചത്. 1961 നിങ്ങളല്ലേ ഇന്ത്യ ഭരിച്ചത്? ഒപ്പം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു രേഖ പുറത്തു വിട്ടു എന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീമതി ഷീല ദീക്ഷിത് കേരളത്തിൽ ഗവർണർ ആയിരുന്നപ്പോൾ ഇത്തരത്തിലൊരു നിയമം ഇവിടെ പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നൊക്കെ. ഇതൊക്കെ നിങ്ങളും മറുപടി പറയേണ്ട കാര്യമാണ്. ഒരു സംശയവുമില്ല, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മതേതര രാജ്യം. മതേതര രാജ്യം എന്ന് പറയുന്ന മതമില്ല എന്നുള്ള രാജ്യമല്ല, മറിച്ച് എല്ലാ ജാതിക്കും മതത്തിനും എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളെ, പ്രമാണങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും പിന്തുടരാനുള്ള സാഹചര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ ഗോമാംസത്തെ സംബന്ധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസൃതമായി മുൻകാലങ്ങളിൽ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ ലാൽ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു കാലത്തും ഇത്തരത്തിൽ ഗോമാംസത്തിന്റെ പേരിൽ ഇങ്ങനെ ആളുകളെ ആക്രമിക്കുന്നില്ല. ഒരുപക്ഷെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ ഒരു ഭരണകൂടവും അതിന് പിന്തുണ കൊടുക്കുകയും അല്ലെങ്കിൽ ആ കൊലപാതകത്തെ മഹത്വവൽക്കരിക്കുകയും ചെയ്തിട്ടില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദാദ്രിയിൽ മുഹമ്മദ് അഖിലക് എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ സമുദായ അംഗത്തെ 60 വയസ്സുകാരനെ അതിക്രൂരമായി അദ്ദേഹത്തിന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ പശു ഇറച്ചി ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് അതിക്രൂരമായി കൊന്നു. അത് കഴിഞ്ഞതിന് ശേഷം നടത്തിയ അന്വേഷണത്തിൽ അറിയുന്നു അത് പശു ഇറച്ചിയല്ല, ആട്ടിറച്ചിയാണ്. ആ മനുഷ്യന്റെ ജീവൻ തിരിച്ചു വന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് BJPയുടെ MPLA ശ്രീ സാക്ഷി മഹാരാജ് അദ്ദേഹം പറയുക ഗോമാതാവിന് വേണ്ടി കൊല്ലാനും ചാവാനും ഞങ്ങൾ തയ്യാറാണെന്ന്. ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു BJPയുടെ നേതാവ് ആ വാക്കുകളെ അപലപിച്ചിട്ടുണ്ടോ? അത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ മനുഷ്യനായി ജനിക്കുകയും അല്ലെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം പശുവായി ജീവിക്കുന്നതാണെന്ന് അവർ സ്ഥാപിച്ചെടുക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കുന്നത് അങ്ങും കാണുന്നുണ്ടല്ലോ. ഈ പശുവായി ജീവിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് മറ്റ് മൃഗങ്ങൾ വരെ തമാശ രൂപത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ പശുവിൻ്റെ അളിയനായിട്ടോ അനിയനായിട്ടോ ഒക്കെ ഒന്ന് പരിഗണിച്ച് ഞങ്ങളെയും കൂടെ ഒന്ന് ഇതിൽ നിന്ന് ഇളവ് വരുത്തി തരണമെന്ന് ആക്ഷേപഹാസ്യമാണെങ്കിൽ കൂടി ഉണ്ടാകുന്നുള്ളത് അങ്ങും കാണുന്നുണ്ട്. നല്ല പ്രതികരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലേ? അല്ലേ, ഈ പശുവിനെ ആര് സംരക്ഷിക്കും? ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഇവിടുത്തെ പ്രധാന ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ്. കൃഷിയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് കാറ്റിൽ ആടുമാടുകളെ വളർത്തുക, അവയെ കൊണ്ട് നേട്ടമുണ്ടാക്കുക, പശുവിനെ കറക്കുക, അതിൻ്റെ അകത്ത് ഇറച്ചിയും തുകലും ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ്. ഈ ഉൽപ്പന്നം കിട്ടിയെങ്കിലില്ലെങ്കിൽ ഈ പശുവിനെ സൗജന്യമായിട്ട് ഇവർ ഭക്ഷണം കൊടുത്ത് വളർത്തുമോ കർഷകർ? അപ്പോൾ ഈ പശുക്കളെ, മൃഗങ്ങളെ, ഈ മാടുകളെ പ്രായമായി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അതിനെ കൊന്ന് ഭക്ഷിക്കുക, അത് ലോകം മുഴുക്കെയുള്ള മനുഷ്യരാശിയോ തുടക്കം മുതലുള്ള ഒരു രീതിയാണത്. അപ്പോൾ ഇപ്പം നിൽക്കട്ടെ, ഗോമാംസം ഇന്ത്യയിൽ മുഴുക്കെ നിരോധിച്ചു. ഈ പശുക്കളെ ആര് വളർത്തും?
ആര് സംരക്ഷിക്കും? ഈ നിരോധിച്ച സ്ഥലത്തെല്ലാം പത്മകുമാറെ, ജോർജിനെ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എൻ്റെ പത്മകുമാറെ, ഞാനിന്ന് പറയുന്നത് കേക്ക്. ഞാൻ ഗുരുവായൂരിലെ ഗോശാല ഞാൻ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ടുഡേ വെച്ച്. അയ്യോ, എൻ്റെ പത്മകുമാറെ കാണണം, ദയനീയമാണ് അവയുടെ സ്ഥിതി. അത് പോട്ടെ, ഇപ്പം നമ്മുടെ പ്രായമായ അപ്പനെയും അമ്മയും നോക്കാൻ വയ്യാത്ത നമ്മുടെ മലയാളികൾ നമ്മൾ പങ്കിടാനാ ചെയ്യുന്നത്. ഗുരുവായൂർ അമ്പലം നടയിൽ തള്ളുന്നുണ്ട് പത്മകുമാർ. പങ്കിടുന്നില്ലല്ലോ, അമ്മ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ ഇതേപോലെ എന്റെ അമ്മ വയസ്സായി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ നീ പങ്കിട്ടാണോ തിന്നതെന്ന് ചോദിച്ചു. അല്ല പത്മകുമാർ, സ്വന്തം അപ്പനെയും അമ്മയും നോക്കാൻ വയ്യാത്തവർ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. എല്ലാവരും അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പെരുവഴിയിലും അമ്പലനടയിലും തള്ളുന്നവരുണ്ട്. അമ്മയെ സ്നേഹിക്കുന്നവരുമുണ്ട്, അമ്മയെ എടുത്തുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഈ ഗോമാതാക്കളെ ആര് സംരക്ഷിക്കും പത്മകുമാർ? അല്ല, ഗോമാതാക്കളെ സംരക്ഷിക്കാൻ അതിപ്പോ 24ഓളം സംസ്ഥാനങ്ങളിൽ നിരോധനം ഉണ്ടല്ലോ രീതിയിൽ. അവിടെയൊക്കെ ഈ നിലവരെ ഉണ്ടായ കാര്യങ്ങൾ നാളെ ഉണ്ടാവും. അല്ലെങ്കിൽ ഗവൺമെന്റ് അതിന് നടപടികൾ എടുക്കണം. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് ബിന്ദു കൃഷ്ണ പറയുന്നത് എവിടെ ഞങ്ങൾ എന്താ ചെയ്തത്? ഞാൻ അടക്കമുള്ള, നിങ്ങൾ മാത്രമേ അടക്കമുള്ളൂ, ഞങ്ങളും ഉണ്ടല്ലോ. അല്ല, ഞങ്ങൾ എവിടെ നിരോധിച്ചു? നിങ്ങൾ പറയുന്ന മഹാത്മാഗാന്ധി ഏറ്റവും വലുത് ആവശ്യം ഗോവധ നിരോധനമായിരുന്നു. വിനോബ ഭാവ നിങ്ങളുടെ ആളായിരുന്നു. നിങ്ങൾ ആര് കൊന്നു എന്നാ പറയണത്? നിങ്ങൾ ആര് കൊന്നു? നിങ്ങൾ അക്കലൊക്കെ കുറെ കാലമായിട്ട് പറയുന്നത്. ആരാ അക്കലൊക്കെ കൊന്നു? ഏതെങ്കിലും ഒരു ചാർജ്, ഏതെങ്കിലും ഒരു FIR-ൽ BJP പ്രവർത്തകരാണ്. പിന്നെ ഞങ്ങളെ ചെയ്ത് അവിടെ ആര്? നിങ്ങൾ ഞാൻ പറയുന്നത് ഇത്രയാണ്. ഞങ്ങള് BJP-ക്കാരും അങ്ങനെ ഒരു നയമെടുക്കുന്നില്ല. ശ്രീ ജെ ആർ പത്മകുമാർ, ഇപ്പൊ ഈ മനുഷ്യൻ ഇറച്ചി സൂക്ഷിച്ചു എന്നുള്ള പേരിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന രാജാവ് അല്ലെങ്കിൽ മന്ത്രിസഭയുടെ കാലഘട്ടമാണെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിലെ ആ പ്രസ്ഥാനം അവരാണ് ഉത്തരം പറയേണ്ടത്. ആരാണ് ഭരിക്കുന്നത് അവരാണ് പറയേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് ആണോ ക്രമസമാധാന പ്രശ്നം? അവർ FIR എടുത്ത് കൊണ്ടുവന്ന് പ്രതിയെ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കുക. അതിന് കേന്ദ്ര ഗവൺമെന്റ് തടസ്സമാണെങ്കിൽ ഞങ്ങളെ കുറ്റം പറയുക. അതല്ല, ഞങ്ങൾക്ക് ഇനി ക്രമസമാധാനം പറ്റില്ല, നിങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയുക. ഹരിയാനയിൽ ഇപ്പൊ ഭരിക്കുന്നതും നിങ്ങളുടെ പാർട്ടി തന്നെയാണ്, കേന്ദ്രത്തിൽ ഭരിക്കുന്നതും നിങ്ങളുടെ പാർട്ടി തന്നെയാണ്. ഹരിയാനയിൽ എന്താ സംഭവിച്ചത്? ഇന്നത്തെ ഫോറൻസിക് റിപ്പോർട്ട് നിങ്ങൾ നോക്കുക, എന്താണ് സംഭവിച്ചതെന്ന്. ഇത് പറഞ്ഞ ഇവര് കുറച്ചു കാലം മുമ്പ് കന്യാസ്ത്രീ ബലാസൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അവസാനം നോക്കിയപ്പോ ബംഗ്ലാദേശിൽ നിന്ന് വന്ന നുഴഞ്ഞുകയറ്റക്കാരൻ അത് BJP-യുടെ മണ്ടയിൽ വെച്ചു. ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ ശ്രീ ജെ ആർ പത്മകുമാർ. ഇങ്ങനെ ഒരു സംഭവം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ മറ്റേതെങ്കിലും FIR-ലോ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക, സങ്കല്പിക്കുക. ഇപ്പോ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? നേരത്തെ സാക്ഷി മഹാരാജൻ ഭാഗത്തു നിന്ന് വന്നത്, മറ്റുള്ള VK സിംഗിന്റെ ഭാഗത്തു നിന്ന് വന്നത്, VK സിംഗിന്റെ ഭാഗത്തു നിന്ന് വന്നത്, അവരുടെ മനസ്സിലിരിക്കുന്നത് എന്താണ്? ഇതിൽ ശക്തി കിട്ടുന്ന ആളുകളാണ് നിങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ ലീഡർഷിപ്പ് എടുക്കുന്ന നിലപാടെന്ത്? പാർട്ടിയുടെ ലീഡർഷിപ്പ് ഉണ്ടായിരിക്കുകയാണ്, ഒന്നും പറഞ്ഞില്ല. ആര് പറഞ്ഞു ഈ പ്രസ്താവന നടത്തി എന്ന് പറഞ്ഞ ആളുകളെ പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചു വരുത്തി മേലിൽ ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അമിത്ഷാ പറഞ്ഞത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് പറയുന്നത് അതെല്ലാം പാർട്ടിയുടെ അഭിപ്രായമാണെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിൽ നമ്മുടെ MP ജയരാജൻ പറഞ്ഞ കാര്യങ്ങള്, MM മണി പറഞ്ഞ കാര്യങ്ങള്, ഓരോ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ, ഇത് ഈ പറഞ്ഞ കാര്യം പറയണമല്ലോ. MM മണി പറഞ്ഞാലും MP ജയരാജൻ പറഞ്ഞാലും P ജയരാജൻ പറഞ്ഞാലും ശരി, അത് പാർട്ടിക്ക് നിരക്കാത്തതാണെങ്കിൽ പാർട്ടി അപ്പം നിഷേധിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒന്ന് പറയട്ടെ, അനുകൂലിച്ചെന്നുള്ള ഒറ്റ കാര്യം പറയട്ടെ, പത്മകുമാർ കേൾക്കത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആ ഹരിജൻ കുട്ടികളെ ദാരുണമായി കൊല ചെയ്തു. ഒരു 90 വയസ്സുകാരൻ അമ്പലത്തിൽ പോയി തൊഴാൻ പോയതിനടുത്ത് പറഞ്ഞ് തൊഴാൻ പാടില്ല എന്ന്. അതെങ്ങനെ? ഞാൻ പറയട്ടെ, അല്ല ഞാൻ പറയട്ടെ. അതെ, എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അയാളുടെ തിരിച്ചിറങ്ങി വന്ന് വിലക്ക് ലംഘിച്ച് പോയി അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വന്നതിന് അയാളുടെ ഭാര്യയുടെയും മകൻ്റെയും സഹോദരൻ്റെയും മുമ്പിൽ വെച്ച് വെട്ടി നുറുക്കി പെട്രോൾ ഒഴിച്ച് കത്തിച്ചില്ലേ? ഞാൻ പറയട്ടെ, ഈ സംഭവങ്ങളൊക്കെ ഹരിജനങ്ങൾക്കെതിരായി നടന്നിട്ട് എന്താ VK സിംഗ് എന്ന് പറഞ്ഞാൽ മോഡിയുടെ അടുത്തിരിക്കുന്ന മന്ത്രി പറഞ്ഞത്? നായ്ക്കളെ ആരെങ്കിലും കല്ലെറിയോ തല്ലുകയോ ചെയ്താൽ അത് രാജ്യത്തിന് വലിയ വാർത്തയാണോ?
പട്ടികളെന്നല്ലേ വിളിച്ചത്. നിങ്ങളിപ്പോൾ ഹിന്ദു മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന BJP നമ്മുടെ വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നുണ്ട് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആ നായാടികളെ, പട്ടികജാതിക്കാരെ, അയ്യങ്കാളിയുടെയും അമ്പക്കരുടെയും സമുദായക്കാരെ നിങ്ങൾ നായ്ക്കുട്ടികൾ, നായ്ക്കളാണ്, അവനെ തല്ലിയാലെന്ത് കൊന്നാലെന്ത്, അതൊരു വലിയ വാർത്തയാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഇതിങ്ങനെ പരസ്യമായി പറഞ്ഞാൽ ഇവിടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ നാക്കെന്താ ചലിക്കാത്തത്, എന്താ തുറക്കാത്തത്? ഇവിടെ ഇത്തരം നിങ്ങൾ കാണിക്കുന്ന ഒന്നും ശരിയല്ല, ഇത് ഗവൺമെൻറ് നയമല്ല എന്ന് പറയാത്തതിൻ്റെ ഫലമായി ഇന്ന് എന്ത് വന്നിരിക്കുമെന്നറിയാമോ? ലോകത്തുള്ള രാജ്യങ്ങളെയും പ്രധാനമന്ത്രിമാരെയും വിലയിരുത്തുന്ന റേറ്റിംഗ് ഏജൻസി മൂഡീസ് എന്ന് അല്ലല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും രാജ്യങ്ങളെയും വിലയിരുത്തുന്ന ആ റേറ്റിംഗ് ഏജൻസി എന്ന് പറയുകയാണ് മോഡിയുടെ ഗ്രാഫ് താഴോട്ട് വരികയാണ്. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കൂ, നിങ്ങൾ ഏതെങ്കിലും താൽക്കാലികമായ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചോ തോറ്റോ എന്നുള്ള അല്ല ഇവിടെ പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കൂ, വിദേശത്ത് മോഡി നടന്ന് ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നടത്തി ഇന്ത്യക്ക് വലിയ ഗ്ലാമർ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നില്ലേ? ആ വിദേശത്തെ മൂലധനം ഇവിടെ നിക്ഷേപം ഇവിടെ വരണമെങ്കിൽ ഈ ക്ലൈമറ്റിലാണെങ്കിൽ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് പണം മുടക്കുന്നത്? അതുകൊണ്ട് റേറ്റിംഗ് ഏജൻസി ഇന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യയുടെ ലോക രാജ്യങ്ങൾ വലിയ ഉത്കണ്ഠയോട് കൂടിയാണ് ഇന്ത്യയിൽ നടക്കുന്ന സംഭവതികളെ നോക്കുന്നത്. ഇന്ത്യയുടെ റേറ്റിംഗ് ചോദ്യം ചോദിച്ചത് അദ്ദേഹത്തിന് മറുപടി പറയുന്നതിനിടയിലാണ് ശ്രീ JR പത്മകുമാർ അസഹിഷ്ണുത കാണിച്ചത്. അല്ല ഞാൻ പറയട്ടെ പറയൂ. പറയട്ടെ ലാൽ, ഇതിപ്പോ ബീഫ് എന്ന വിഷയത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് ബീഫ് ആരുടെ ഭക്ഷണമാണ്? ന്യൂനപക്ഷങ്ങൾ. ഇതിപ്പോ ചില ഹിന്ദു തീവ്രവാദികൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കഴിക്കുന്നത് ബീഫാണ് എന്ന് കരുതിയാണ് ഈ ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ പോത്തിനെയും നിരോധിക്കണമെന്ന് പറയുന്നു. അത് നിരോധിച്ചു കഴിഞ്ഞാണല്ലോ അതിനപ്പുറത്ത് കിടക്കും. ഇത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാനും അവരെ അരക്ഷിതരാക്കാൻ വേണ്ടിയുള്ള ചില കേന്ദ്രങ്ങളുടെ, ഞാൻ BJP ആണെന്ന് പറയുന്നില്ല, ചില കേന്ദ്രങ്ങളുടെ ലക്ഷ്യമാണ് ഇത്. BJP ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് എന്തുകൊണ്ട് BJP തടയുന്നില്ല? ഞാൻ പറയാം. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി ലാൽ, രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ BJP എന്തുകൊണ്ട് കേരളത്തിൽ ഗോവധം നിരോധിക്കണമെന്ന് പറയുന്നില്ല? പറയാൻ ധൈര്യമുണ്ടോ BJPക്ക്? ബഹുമാനപ്പെട്ട അവരുടെ പ്രസിഡന്റ് മുരളീധരൻ പറഞ്ഞു അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല എന്ന്. ഇവിടെ ഭക്ഷണ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ കേരളത്തിൽ വെള്ളാപ്പള്ളി പറയുന്ന നായർ മുതൽ നായാടി വരെയുള്ളവരുടെ ഭക്ഷണമാണ് ബീഫ്. സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ പ്രോട്ടീൻ ആണ് ബീഫ്. ജേക്കബ് ജോർജ് തെറ്റിദ്ധരിപ്പിക്കേണ്ട. 100% ബീഫ് തിന്നുന്ന ഗോവയില് ഇപ്പൊ മുനിസിപ്പൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നിങ്ങൾ കണ്ടല്ലോ എന്താ സംഭവിച്ചത്? 4 കൗൺസിലാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്, ഇപ്പൊ 8 കൗൺസിലായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബീഫ് രാഷ്ട്രീയം ഒന്നും നടക്കില്ല. ലഡാക്കിൽ 100% മുസ്ലിങ്ങളുള്ള 5 സീറ്റുകൾ ഞങ്ങൾ ജയിച്ചു. അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതല്ല പ്രശ്നം, മോഡി ഞങ്ങളുടെ ജീവിത പ്രശ്നമായി ചൈനയുമായി എടുത്തിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ ഇവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം ഒന്നും കേരളത്തിൽ പോകുന്നില്ല. അതിലേക്ക് വരാം. ശ്രീ ആനത്തലവട്ടത്തിന് മറുപടി പറയാൻ ശ്രീ ജയറിന് ഞാൻ മറുപടി സമയം തരാം. ശ്രീ ജേക്കബ് ജോർജ്, അതായത് വോട്ടാണ്, സീറ്റാണ് പ്രശ്നം, എത്ര സീറ്റ് കിട്ടും എന്നുള്ളതാണ്. ഗോവയിൽ ബീഫ് 4-8 സീറ്റാക്കി കൊടുത്തെങ്കിൽ കേരളത്തിൽ അത് എത്ര സീറ്റാക്കി കിട്ടും എന്നുള്ളതാണ് വിഷയം എന്നുള്ളത് താങ്കൾ എങ്ങനെയാണ് ഞാൻ കാണുന്നത് പത്മകുമാറെ കേട്ടോളൂ, ഞാൻ കാണുന്നത് BJPക്ക് ഒരു നിർണായകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ പാർട്ടികൾക്കും നിർണായകമാണ്, കേരളത്തിന് നിർണായകമാണ്, സ്വാഭാവികമായിട്ടും BJPക്ക് നിർണായകമാണ്. കാരണം BJP ഒരു പരീക്ഷണം തുടങ്ങിയെന്നും തുടങ്ങിയില്ലെന്നും പറയാം. വെള്ളാപ്പള്ളി നടേശനും SNDP യോഗവുമായിട്ടുള്ള ബാന്ധവം, ആ ബാന്ധവത്തിന്റെ ഫലമെന്ത്? BJPക്ക് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ പഞ്ചായത്ത് അംഗങ്ങളെയും പഞ്ചായത്തുകളെയും കിട്ടുമോ? തീർച്ചയായിട്ടും ചില പഞ്ചായത്തുകളെങ്കിലും അധികാരത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഉന്നയിക്കുന്ന ചോദ്യം കൂടി അതാണ്. കേരള ജനത ഉറ്റുനോക്കുന്നത് BJP എവിടെ വരെ വളരും, എത്ര ശതമാനം വോട്ട് BJPക്ക് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് 2 ചോദ്യങ്ങൾക്കുള്ള 2 മറുപടികൾ ശ്രീ ആനത്തലവട്ടത്തോട് JR-ന് പ്രതികരിക്കാനുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലുള്ള ചർച്ചയിലേക്ക് പോവുക. ശ്രീ JR പത്മകുമാർ, ഇതില്
ഈ BJP അധികാരത്തിൽ വരുമെന്ന് കണ്ട സമയം തൊട്ട് ഇന്ത്യയിൽ ഒരു ബോധപൂർവമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ ബീഫ് ഇഷ്യൂയും ഇതെല്ലാം ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഡൽഹിയിൽ പറഞ്ഞ എന്താ, അന്നെല്ലാം ന്യൂനപക്ഷങ്ങളുടെ ആരാധന അല്ലെങ്കിൽ ആക്രമണം തുടങ്ങി. ഇതിൻ്റെ പിന്നിൽ കോൺഗ്രസ് ആണ്, യാതൊരു സംശയം വേണ്ട. അതിനൊരു തെളിവാണ് വാരണാസിയിൽ അവരുടെ മോഡിക്കെതിരായിട്ട് മത്സരിച്ച സ്ഥാനാർത്ഥി ഉൾപ്പെടെ 105 പേരെ അവിടെ വർഗീയ ലഹള ഉണ്ടാക്കുന്നതിന് വേണ്ടി അറസ്റ്റ് ചെയ്തു. ഞങ്ങളെ ഗവൺമെൻറ് അല്ല, ഈ അഖിലേഷ് യാദവിൻ്റെ ഗവൺമെൻറ് വാരണാസിയിൽ മോഡിക്കെതിരെ മത്സരിച്ച അജയ് റോയിയാണ് തോന്നുന്നു. അദ്ദേഹം ഉൾപ്പെടെ 105 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട്, പിന്നെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കോൺഗ്രസ് ആണ്. പിന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ ഈ കോൺഗ്രസ് ആണ് ഭരിക്കുന്ന കർണാടകത്തിൽ. ഞങ്ങൾ ആദിവാസികൾക്കും ദളിതരുടെയും ഒപ്പമാണ്. ആ പ്രശ്നത്തിൽ അതിൻ്റെ FIR പരിശോധിച്ച് നോക്കിയാൽ അറിയാം. മദ്യപിച്ച് ലക്കുകെട്ട് നിന്ന ഒരാൾ ക്ഷേത്രത്തിൽ പോകാൻ വന്ന ഒരാളുടെ പൈസ ചോദിച്ചതിൻ്റെ പേരിൽ കൊടുക്കാത്തതിന് പ്രശ്നമായി അകത്ത് കയറി തിരിച്ചു വന്നപ്പോൾ ആക്രമിച്ചതാണ്. അങ്ങനെയാണ് FIR. ഒരിക്കലും അതിൽ BJPയോ RSSO ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ മരിച്ചത് ദളിതനാണെങ്കിൽ ഉടനെ അത് RSS ആയിരിക്കും, BJP ആയിരിക്കും എന്നുള്ള നിലയിലാണ്. ഈ രാജ്യത്ത് ദളിതർ ഏറ്റവും കൂടുതൽ പട്ടികജാതി MLA-മാരുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ പട്ടികജാതി MP-മാരുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ പട്ടികജാതി മന്ത്രിമാരുള്ള പാർട്ടി BJP. ശ്രീ JR പത്മകുമാർ, നിങ്ങൾക്ക് ഇത്രയും ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രവൃത്തിയിലും കൂടെ കാണിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ അർത്ഥത്തിൽ നിങ്ങളുടെ കാലഘട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ മരണം നടക്കുന്നുണ്ടെങ്കിൽ, അല്ല, നിങ്ങൾ കേന്ദ്രം ഭരിക്കുമ്പോൾ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പാർട്ടികൾ ഭരിക്കുന്നിടത്ത് എവിടെയെങ്കിലും ദളിതർ മരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദളിതർക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കുന്ന രാജ്യമാണിത്. അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. ഭരണഘടന പോലും പറയുന്നതാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ സംസ്ഥാനത്തെ സർക്കാരിനോട് പറയണം കൃത്യമായിട്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടുത്തെ സ്ത്രീ വിശേഷം ഇങ്ങനെ ആക്കിയിരിക്കുന്നു. ഒരു റിപ്പോർട്ട് ചോദിക്കാം. നിങ്ങളുടെ ഏജന്റ് അവിടെ ഉണ്ട്, ഗവർണർ നിങ്ങളുടെ കേന്ദ്രത്തിന്റെ ഏജന്റാണ്, നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. ഈ കേരളത്തില് 2 കന്യാസ്ത്രീകൾ ഒരാഴ്ചക്കകത്ത് മരിച്ചു, തലയിൽ അടിച്ചു മരിച്ചു. ഞങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇത് നാളെ ഇനി ഹിന്ദുത്വ അത് പറയുമ്പോൾ അതിലേക്ക് കൊണ്ടുപോകരുത്. ഞാൻ ചോദിച്ചൊരു ഉത്തരം എന്റെ ചോദ്യത്തിന് ഉത്തരമായി. അത് ഞാൻ പറയാം. ക്രമസമാധാന നില പാലിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ നടപടിയെടുത്തില്ല എന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള പരാതി കേന്ദ്ര ഗവൺമെന്റ് വന്നാൽ തീർച്ചയായിട്ടും കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല ആണ്. ഇത് നിങ്ങൾ വർഗീയവൽക്കരിക്കുകയാണ്. ഇത് ദളിതായി പോയി ന്യൂനപക്ഷമായി. ഒരു തമാശയോട് പറയാം, തമാശയല്ല, ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കാര്യമാണ്. മലയാള മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞതാണ്. എവിടെ ഒരിടത്ത് സംഭവം ഉണ്ടായപ്പോൾ അവിടുത്തെ ലേഖനം വിളിച്ചു ചോദിച്ചു എന്താ സംഭവം. അത് ഒരാളെ അടിച്ചു കൊന്നിട്ടുണ്ട്, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അത് ഹിന്ദു ആണോ, അപ്പോൾ അറിയില്ല സാർ. അത് മുസ്ലിം ആണോ, അറിയില്ല സാർ. അത് മറ്റേ ദളിതനാണോ, അറിയില്ല സാർ. അദ്ദേഹം 3 രീതിയിലുള്ള വാർത്ത തയ്യാറാക്കി. മുസ്ലിം ആണെങ്കിൽ ഹിന്ദു ഫാസിസ്റ്റുകൾ കൊന്നു, ദളിതനാണ് വരെയാണെങ്കിൽ അത് ഹിന്ദു ഫാസിസ്റ്റുകൾ കൊന്നു, ഹിന്ദുവാണ് മരിച്ചതെങ്കിൽ അതിനെ മോഷണക്കാരനെ അടിച്ചു കൊന്നു എന്നുള്ള രീതിയിൽ. ഇതാണ് ശൈലി. അപ്പൊ ഇത് മാറ്റം വരണം. യഥാർത്ഥ വസ്തുതകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ എവിടുന്നാണ് വാർത്ത വരുന്നതെന്നുള്ളതും കൂടി ഇപ്പൊ മനസ്സിലായി. ശ്രീ JR പത്മകുമാർ അത് വിശദമാക്കിയത്. പത്മകുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായി കർണാടകം. പക്ഷേ അവിടെ ഒരു ദളിത് യുവാവ് കർണാടക യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസ്റ്റായിട്ട് പഠിക്കുന്നവനാണ്. അവൻ ജാതി വ്യവസ്ഥയെക്കുറിച്ചൊരു പുസ്തകം എഴുതി. എൻ്റെ കൈ വെട്ടിയത് കോൺഗ്രസ് അല്ല, ജാതി വ്യവസ്ഥയെക്കുറിച്ച് എഴുതിയത് ഹിന്ദുത്വ വർഗീയവാദികൾ. JR പത്മകുമാർ അങ്ങേക്ക് തരാം, അവസരം തരാം. ശ്രീ JR പത്മകുമാർ ഒരു മിനിറ്റ്. ഇതാണ് നിങ്ങൾക്ക് അല്ല, ഞാൻ പറയുന്നത്, അയാൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്നല്ലോ വെട്ടിയ കൈയുമായിട്ട്. വേറൊരു ചെറുപ്പക്കാരി, ഒരു പെണ്ണ്, സാഹിത്യകാരിയാണ്, സിനിമയിൽ അഭിനയിക്കുന്നവളാണ്. അവൾ ഈ ഗോവധ നിരോധനത്തിനെതിരായിട്ടൊരു ലേഖനം എഴുതി. ആ ലേഖനം എഴുതിയപ്പോൾ അവളുടെ മൊബൈൽ ഫോണിൽ മെസ്സേജ് അയക്കുകയാണ്, നിന്നെ ഞങ്ങൾ ബലാത്സംഗം ചെയ്യാം, അല്ലെങ്കിൽ ഈ ലേഖനം പിൻവലിക്കണമെന്ന്. എന്ത് രാജ്യം ഇത്? ഇങ്ങനെയൊക്കെ ആകാമോ? കോൺഗ്രസ് ഭരിക്കുന്ന, ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ചെയ്യുന്നതാരാ? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് ആണോ മറ്റുള്ളവരാണോ ഭരിക്കുന്നത്? ചന്ദ്രശേഖരൻ എന്താ ചെയ്തത്? നിങ്ങളുടെ പാർട്ടിക്കെതിരായിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കി ആശയപ്രചരണം നടത്തി. നിങ്ങൾ എന്ത് ശിക്ഷ കൊടുത്തത്? ഞങ്ങൾ ഒന്നും കൊടുത്തില്ല, ഒരു ശിക്ഷയും കൊടുത്തില്ല. TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടപ്പോ അതിന്റെ പേരിൽ അന്വേഷണം നടത്തിയ ഗവൺമെന്റ് ഇവിടെയുണ്ട്. അതിനെക്കുറിച്ച് മറുപടി പറയേണ്ട ബിന്ദു കൃഷ്ണയുണ്ട്. അല്ല, ഞാനല്ലേ പറയാൻ സമ്മതിക്കണ്ടേ? പറയാൻ സമ്മതിക്കേ. TP ചന്ദ്രശേഖരൻ അന്വേഷണം നടന്നു, പ്രതികളെ കണ്ടെത്തി ശിക്ഷിച്ചു. അതെല്ലാം ഇവിടെ നടന്നല്ലോ. അത് നിങ്ങൾ ഇവിടെ കർണാടകത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട ആരാ?
ഗവൺമെന്റ് അവർ പോലീസ് അതല്ല ഞാൻ ചോദിക്കട്ടെ, ആ ഗവൺമെന്റ് വേറൊരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് അവിടെ കയറി ഇതെല്ലാം ചെയ്യാമെന്നാ? ഞങ്ങളാ ചെയ്തത്. പിന്നല്ലാതെ ശ്രീ ജെ.ആർ. മുത്തുകുമാർ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായി പ്രവർത്തിക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ആണ് കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ദിവസേന കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമായി ഇപ്പോൾ കാണാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള പൊതുസമൂഹം അത് ഇടപെടും. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ലെഫ്റ്റ് ആൻഡ് റൈറ്റിന് എങ്ങനെയാ ഇവിടെ കേരളത്തില് അതൊക്കെ ഉണ്ടായപ്പോൾ ഇല്ല എവിടെയെങ്കിലും ഉണ്ട്. അന്ന് ഇവിടെ അതാണ് ചർച്ച ചെയ്തത്. പത്മകുമാറെ, ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഇത് മാത്രമല്ല ചെയ്യുന്നത്. നിങ്ങൾ ഈ BJP ഇവിടെ അക്കൗണ്ട് തുറക്കും വോട്ട് ആളുകൾ എങ്ങനെ നിങ്ങൾക്ക് വോട്ട് ചെയ്യും? നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയുടെ മനസാക്ഷി ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ പറഞ്ഞോട്ടെ അടുത്ത 5 മിനിറ്റ് നേരത്തേക്ക് ശ്രീ ജെ.ആർ. മുത്തുകുമാർ ദയവായി ഉണ്ടായിരിക്കണം. മറ്റുള്ള രണ്ടുപേരും ഞാൻ ഒറ്റ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്ഥിതി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ ലോകമറിയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഭാർഗവ, അയാൾക്ക് ഒരു രാഷ്ട്രീയമുള്ളവനല്ലല്ലോ. അല്ല ശരി, എന്നാലും അയാൾ ഇപ്പൊ പുതിയ ആപ്പിന്റെ ആളാണെന്ന് ഭയപ്പെടുന്നു. ഒരു ചർച്ചയിൽ പോലും പറയാൻ ഒക്കുന്നില്ല. അല്ല ഞാൻ പറയട്ടെ, ആ ഭാർഗവ ശാസ്ത്രജ്ഞൻ പത്മഭൂഷൺ ബഹുമതിയും തിരിച്ചു കൊടുത്തു. ഇന്ത്യ രാജ്യത്തുള്ള പ്രശസ്തരായ 40 വ്യക്തികൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരിയുടെ മകൾ നയൻതാര സെഹ്ഗാൾ ഉൾപ്പെടെ അവർക്ക് കിട്ടിയ എല്ലാ ബഹുമതികളും, അത് എത്രയോ പ്രശസ്തരായ ആൾക്കാർ, ഇന്ത്യ അറിയപ്പെടുന്ന ലോകം അറിയപ്പെടുന്നവർ, അവരെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ ആദരവ്, ഈ ഗവൺമെൻറ് ആദരവ് ഞങ്ങൾ തിരിച്ചു നിൽക്കുന്നു. ഗവൺമെൻറ് സ്വതന്ത്രമായി ചിന്തിക്കാനോ ഞങ്ങളുടെ സർഗവാസങ്ങൾ പ്രകടിപ്പിക്കാനോ പ്രകാശിപ്പിക്കാനോ സ്വാതന്ത്ര്യം നൽകാതെ ഒരു അടിമ രാജ്യത്തിൽ ജീവിക്കുന്നതിൽ ഭേദം ഈ ബഹുമതികളൊക്കെ ആ ഗവൺമെൻറ് തിരിച്ചു കൊടുക്കുകയാണെന്ന് പറയുന്നത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്നതാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ഈ രാജ്യം കൈവരിച്ച മഹത്തായ സാംസ്കാരിക പുരോഗതിയും നേട്ടങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും ഒക്കെ ചവിട്ടി മതിക്കുകയാണ്. ഇത് കണ്ടന്റ് ഇവിടെയുള്ള ജനങ്ങൾ BJP വോട്ട് ചെയ്യുമെന്ന ഒരു കൈവശ പറ്റി നിങ്ങൾ അധികാരം, അത് 404 സീറ്റുമായി കോൺഗ്രസ് അധികാരത്തിൽ വന്നത് ജനവികാരം മാനിക്കാതെ ഭരിച്ചതിന്റെ പറയാൻ 44 സീറ്റായി ഒരു മൂലയിൽ ഒതുങ്ങിയില്ലേ? സീറ്റുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് ഇതിനേക്കാളേറെ ആപത്തിലേക്കാണ് നരേന്ദ്രമോദി. BJPക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയം പ്രചരണം അതൊക്കെ നടക്കുന്നുണ്ട്. ബീഫ് ഉൾപ്പെടെ ദാദ്രയിലും മറ്റു പ്രദേശങ്ങളിലും നടന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളത് BJPക്ക് വലിയ പ്രതിരോധത്തിൽ ആകുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെ ഒരുപക്ഷെ അരുവിക്കരയിലൊക്കെ നിങ്ങൾ ഉപയോഗിച്ചതുപോലെ ഉപയോഗിച്ചുകൊണ്ട് അത് BJP ഇവിടെ ജയിച്ചു വരും എന്നുള്ള ഒരു പ്രതീതിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള വോട്ട് തനിയെ ഇങ്ങ് പോരുമെന്നുള്ള ഒരു അവസ്ഥയിലേക്കാണോ നിങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയം കളിച്ച് മുന്നോട്ട് പോകുന്നത്? ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സുതാര്യമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ BJPയുടെ തെറ്റായ നയങ്ങൾ കൊണ്ട് സ്വാഭാവികമായും ജനങ്ങൾക്ക് പ്രതികരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ചർച്ച കാണുന്നത് തന്നെ കേരളത്തിലെ ഒരുപാട് ആളുകളുണ്ട്. അസഹിഷ്ണുയുടെ പ്രതിരൂപങ്ങളായി BJPയുടെ നേതാക്കന്മാർ എല്ലായിടത്തും മാറുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം, എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ അതുണ്ടാകും, അതിലൊരു സംശയമില്ല. പക്ഷേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ചർച്ചയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് അഭിമാനം പകരുന്നത്, ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ച ഇതുപോലുള്ള ഏത് വിഷയം ഈ രാജ്യത്തുണ്ടായാലും അത് കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന സ്ഥലത്തും സമയത്തും ആണ് എങ്കിൽ പോലും അതിനെ എതിർക്കുവാൻ 1000 നാവുകൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വരും. തെറ്റ് കാണിച്ചെങ്കിൽ അത് തിരുത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, തെറ്റ് കാണിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരും. പക്ഷേ ഇവിടെ നമ്മളെ ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, അത് കുറച്ചുകൂടെ കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെയുള്ള ആളുകൾ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൽ പലരും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്നുണ്ട്, ഇതിനെതിരായിട്ട് ശക്തമായി പ്രതികരിക്കണമെന്ന് ഉള്ളവരാണ്. അവർക്ക് കേന്ദ്രത്തിൽ BJPയെ ശക്തമായി എതിർക്കുന്നവരൊക്കെ തന്നെയാണ്. കേരളം ഒഴികെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കോൺഗ്രസ്സുകാർ തന്നെയാണ് എതിർത്ത് മുന്നോട്ട് വരുന്നതും, ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കേരളത്തിലൊരു പ്രത്യേകത, കേരള ഹൗസിൽ നടന്ന വിഷയത്തിൽ പോലും വേണ്ട സമയത്ത് പ്രതികരിച്ചില്ല മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള ആരോപണമാണുള്ളത്. ഒരിക്കലും ആ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ഇവിടെ ചർച്ചയിൽ നേരത്തെ ശ്രീ ജെ.ആർ. പത്മകുമാർ സൂചിപ്പിക്കുകയുണ്ടായി, എന്താണ് ആ രാജ്യത്ത് നിലവിൽ ആ പ്രദേശത്ത് നിലനിൽക്കുന്ന നിയമമല്ലേ ഞങ്ങളത് പാലിക്കേണ്ടതെന്ന്. എങ്ങനെയാണ് നിയമം പാലിക്കേണ്ടത്? കേരള ഹൗസിൽ അത്തരത്തിൽ ഗോമാംസം സംബന്ധിച്ച ആക്ഷേപമുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദപ്പെട്ട റെസിഡന്റ് കമ്മീഷണർ അറിയിച്ചതിന് ശേഷം മാത്രമേ അവിടേക്ക് അന്വേഷണത്തിൽ പോകാൻ പാടുള്ളൂ. അല്ല ചുമ്മാ കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല. ഒരു MP-മാരുടെയും ഇടപെടലിനെ തുടർന്നല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെ കേരളത്തിലെ
ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച് വാർത്ത കിട്ടിയ ഉടനെ തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. റെസിഡന്റ് കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയതിനനുസരിച്ച് മാത്രമേ മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്ത് പ്രതികരിക്കാൻ പറ്റൂ. കേരളത്തിന് മുഖ്യമന്ത്രി എന്ന ആധികാരികമായി കാര്യങ്ങൾ ഇടപെടേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ അല്ല, ഈ അസഹിഷ്ണുത സഹിച്ചുകൊണ്ട് പോകാൻ അധിക സമയം കഴിയത്തില്ല. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി റിപ്പോർട്ട് കിട്ടി ഉടൻ തന്നെ കത്തെഴുതി. ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരളത്തിലെ BJPയുടെ അധ്യക്ഷൻ ശ്രീ V മുരളീധരൻ പ്രസ്താവിക്കുകയുണ്ടായി, കേരളത്തിൽ ബീഫ് രാഷ്ട്രീയം പ്രശ്നമല്ല, ഇവിടെ ആർക്കും എന്തും കഴിക്കാമെന്ന് പറഞ്ഞു. അത് ഇലക്ഷൻ ഓഫറിനപ്പുറം അത്യാവശ്യം ആത്മാർത്ഥം ഉണ്ടെന്ന് കരുതി. പക്ഷേ ഡൽഹിയിലെ പ്രശ്നം ഉണ്ടായിരുന്നെ അദ്ദേഹം തിരുത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കത്ത് കിട്ടിയ ആ ദിവസം അന്ന് വൈകുന്നേരം തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും പ്രതികരിച്ചില്ലെങ്കിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഡൽഹി പോലീസ് കമ്മീഷണർ ബ്ലസിയോട് അതിനെക്കുറിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നത് സ്വാഗതാർഹമാണ്. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി അത് കുറച്ചുകൂടെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ആ റിപ്പോർട്ട് നേരത്തെ കിട്ടുമായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞത്. അത് എന്തുകൊണ്ട് താമസിച്ചു എന്നുള്ളതാണ്. അവിടെ ഒറ്റ പ്രശ്നത്തിൽ ബിന്ദു പറയേണ്ടത്, എന്തിനാണ് ആ ബീഫ് എന്നുള്ളത് മാറ്റി ബഫല്ലോ എന്ന് എഴുതിയത്? അല്ല, അതിലൊരു സംശയമില്ലല്ലോ. അതത് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ ജനങ്ങൾ ചോദ്യം ചെയ്തു, ജനങ്ങൾ പ്രതികരിക്കട്ടെ. ജനങ്ങൾ മലയാളത്തിൽ എഴുതി ബാക്കിയെല്ലാം ഇംഗ്ലീഷ് എഴുതി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതാണ് പ്രശ്നം ഉണ്ടായത്. ഒരു പ്രശ്നവും ഇല്ല. രണ്ട് കാര്യങ്ങൾ ഈ മുഖ്യമന്ത്രിക്ക് കിട്ടി, അതനുസരിച്ച് റിപ്പോർട്ട് ചോദിച്ചു, ഇതൊക്കെ ചെയ്തു, വളരെ സന്തോഷവതിയാണ് ബിന്ദു കൃഷ്ണ. ഇതെല്ലാം ഞങ്ങളും ചെയ്തത്. ഞാൻ തിരിച്ചു നമുക്ക് പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകണം. എന്തായാലും ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. BJP എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിപ്പോർട്ട് വന്ന കാര്യങ്ങൾ ഓരോന്ന് പടിപടിയായി ചെയ്യാൻ കാത്തിരിക്കുന്നത് പോലെ എന്തുകൊണ്ട് കോൺഗ്രസും കേരള മുഖ്യമന്ത്രികൾ കാത്തിരുന്നു എന്നുള്ളതാണ് ഞാൻ ബിന്ദു കൃഷ്ണയോട് ചോദിച്ചത്. അതിനുള്ള മറുപടി ചിലപ്പോൾ വരും ചർച്ചകളിലെങ്കിലും ഉണ്ടാകുമായിരിക്കും.